നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള, ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവർഫുൾ വെപ്പൺ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. യെസ്, യു ഹാവ് ഇറ്റ്. ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഡിസിപ്ലിൻ. The ability to control one's feelings and overcome one's weaknesses. This is the definition of self-discipline. ഒരാളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും വീക്ക്നെസ്സിനെ മറികടക്കാനുള്ള കഴിവ്, അതാണ് സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണോ എന്ന് നിങ്ങൾക്ക് അറിയണോ? സെൽഫ് ഡിസിപ്ലിൻ ആവണം എന്ന്, സെൽഫ് ഡിസിപ്ലിൻ വളർത്തിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്താണ് ഞാൻ തോറ്റുപോകുന്നത്? ഞാൻ എന്താണ് വിജയിക്കാത്തത്? എന്റെ പ്ലാൻസിനെ വർക്കൗട്ട് ആവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ദിവസം ഒരു പരാജയമായിട്ട് മാറുന്നത്? നിങ്ങൾ തോറ്റുപോകുന്ന കാരണം തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ഡിസിപ്ലിനെ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. യു ആർ നോട്ട് ട്രെയിൻഡ് ഇനഫ് ഇൻ സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മറികടക്കാനായിട്ട് ഭയം ഈ മൊമെന്റിൽ തന്നെ ഈ ചിന്തകൾ, വിചാരങ്ങളെല്ലാം നിർത്താം. നിങ്ങളുടെ പരാജയം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാം. Discipline is choosing between what you want now and what you want most. Dare to take the responsibility of your failures. Remember, all success starts with self-discipline. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജോബ് പ്രൊമോഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ബോഡി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും. സെൽഫ് ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ഗോൾ ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. നേടിയെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. എന്നാൽ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിനോട് പലരും സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വയം ഫോഴ്സ് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലോങ് ടേം ഗോൾസ് ഉണ്ടാവുമ്പോൾ അവയെല്ലാം നേടാനായിട്ട്, നമ്മുടെ ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ, ഹാബിറ്റ്സ്, ഇതെല്ലാം ചൂസ് ചെയ്യുക എന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. അത് ചിലപ്പോൾ വളരെ ഹാർഡാവും. പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. അപ്പോഴെല്ലാം നമ്മളുടെ ഡിസിഷൻസിനെ മുറുകെ പിടിക്കുക എന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. തിങ്കേഴ്സിനെ അച്ചീവേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതും തിങ്കേഴ്സിനെ വാല്യൂസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം സെൽഫ് ഡിസിപ്ലിൻ ആണ്. സെൽഫ് ഡിസിപ്ലിൻ കേവലം ഒരു വാക്ക് മാത്രമല്ല, അതൊരു മൈൻഡ് സെറ്റ് ആണ്, ജീവിത രീതിയാണ്, കമ്മിറ്റ്മെന്റ് ആണ്. സെൽഫ് ഡിസിപ്ലിൻ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, വളരെ ഇരുണ്ട രാത്രികളിൽ അത് പ്രകാശം പോലെയാണ്. സംശയത്തിന്റെ ഒരു കടൽ തന്നെ നമ്മുടെ മുന്നിൽ തിരയടിക്കുമ്പോൾ നമ്മുടെ മുന്നിലെ കടൽ പോലും കേൾക്കാൻ സഹായിക്കുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ആണ്. എനിക്ക് കഴിയില്ല എന്ന് നമ്മളുടെ ഉള്ളിലെ ഓരോ അണുവും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്ക് കഴിയും എന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് ശാന്തമായിട്ടുള്ള ശബ്ദത്തിൽ മന്ത്രിക്കുന്ന ആ ശബ്ദമല്ലേ, അതാണ് സെൽഫ് ഡിസിപ്ലിൻ. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ടാലൻസ് ഉള്ളത് കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് സ്വപ്നം കാണാനുള്ള, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാനും ഞാൻ ഫേസ് ചെയ്ത അഡ്വേഴ്സിറ്റീസ് എല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാനും നിരാശയും മടുപ്പും തോന്നുമ്പോഴും അവരെല്ലാം ധൈര്യത്തോടെ നേരിടാനുള്ള സെൽഫ് ഡിസിപ്ലിൻ എന്ന പവർ ഞാൻ നേടിയെടുക്കുന്നതാണ്. ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സെൽഫ് ഡിസിപ്ലിൻ്റെ പാത അത്ര എളുപ്പമാണ്. അതിലെ ഓരോ ചവിട്ടുകളിലും നിങ്ങൾ ഒരുപാട് ഡൗട്ട്സ് ഫേസ് ചെയ്യേണ്ടി വരും. ഓരോ തവണയും വേദനകൾ, പെയിൻ സഹിക്കേണ്ടി വരും. ഓരോ തവണയും സ്വയം ഒരു പോരാട്ടത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത്ര കാര്യങ്ങൾ കൊണ്ടെല്ലാം നിങ്ങൾ വളരെ ടയേർഡ് ആവുകയും ഒരടി വെക്കുന്നത് ഒരു മല കയറാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുന്ന ദിവസങ്ങൾ പോലും നിങ്ങൾ കാണേണ്ടി വരും. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ്. എന്നാലും ആ ടഫസ്റ്റ് ആയിട്ടുള്ള, ഡാർക്കസ്റ്റ് ആയിട്ടുള്ള നിമിഷങ്ങളിലാണ് സെൽഫ് ഡിസിപ്ലിന്റെ വെളിച്ചം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കാനും, ഒരു ചലഞ്ച് കൂടി നേരിടാനും, നമ്മളുള്ളിലെ ഓരോ അണവും ഉപേക്ഷിക്കാൻ നിലവിളിക്കുമ്പോൾ മുന്നോട്ട് തന്നെ കുതിക്കാനും, അതാണ് നമുക്ക് ധൈര്യം നൽകുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ. പോസ് ഫോർ എ വൈൽ, എന്നിട്ട് ഒന്ന് ചിന്തിക്കും, ഇത്രയും കാലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവനോടെ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയ സമയത്തെക്കുറിച്ച് ഒന്ന് ഓർക്കാം. ആ മൊമെന്റ്സിലെല്ലാം തന്നെ സെൽഫ് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. ചലഞ്ചസ് ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ, അവയെ തിരിച്ച് ചലഞ്ച് ചെയ്യാനായിട്ട്, നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിച്ചത്, നിങ്ങളെ പ്രാപ്തനാക്കിയത് നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ ആണ്. സോ മൈ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, സെൽഫ് ഡിസിപ്ലിൻ ഒരു ബേർഡൻ ആയിട്ടല്ല, ഒരു ഗിഫ്റ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് നോക്കൂ, ഒരു പ്രസന്റ് ആയിട്ട് വെൽക്കം ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ പിടിച്ചുയർത്തുന്ന കൈയായിട്ട്, നിങ്ങളുടെ വൈൽഡ് ഡ്രീംസിലേക്കുള്ള വാതിലുകൾ തുറക്കാനുള്ള താക്കോലായിട്ട്, കൊടുങ്കാറ്റിൽ നിങ്ങളെ നയിക്കുന്ന കോമ്പസ് ആയിട്ട് സെൽഫ് ഡിസിപ്ലിന് മാറാനായിട്ട് സാധിക്കും. സെൽഫ് ഡിസിപ്ലിൻ ബിഗിൻസ് വിത്ത് ദ മാസ്റ്ററി ഓഫ് യുവർ തോട്ട്സ്. ഇഫ് യു ഡോണ്ട് കൺട്രോൾ വാട്ട് യു തിങ്ക്, യു കാൺട്ട് കൺട്രോൾ വാട്ട് യു ഡു. സോ കോൺക്വർ യുവർ തോട്ട്സ്. ഇന്ന് ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനിക്കാം, ഐ ആം എ വെൽ ഡിസിപ്ലിൻഡ് പേഴ്സൺ എന്നിട്ട് അങ്ങോട്ട് തുടങ്ങാം. അല്ലാതെ നിങ്ങളെ ആരും പുഷ് ചെയ്യാനായിട്ട് വരില്ല. നിങ്ങളുടെ
സമയം, വിജയം, തീരുമാനങ്ങൾ എല്ലാം നിങ്ങളുടെ മാത്രം കൈകളിലാണ്. ബി ഡിസിപ്ലിൻഡ് ഇനഫ് ടു കോൺക്വർ യുവർ ഗോൾസ്.